സെക്രട്ടറി ഈ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അന്വേഷിച്ചു. കാരണം നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സൈറൺ മുഴങ്ങിയിട്ടില്ല. ആ കാര്യമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷമാണ് സെക്രട്ടറിയോട് എന്തുകൊണ്ടാണ് സൈറൺ മുഴങ്ങാത്തത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്, അവർ കേട്ടു, പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ വലിയ ആശയക്കുഴപ്പം ഈ മോക്ക് ഡ്രില്ലിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്തും അങ്ങനെ ഒരു സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ ആളുകളെ മുകൾ നിലയിലുള്ള ആളുകളെയൊക്കെ തന്നെ താഴോട്ട് ഇറക്കണം. അതിൽ ഒരു നിലയിലുള്ള ആളുകൾ താഴോട്ട് ഇറങ്ങിയിരുന്നു. അവരോട് പറഞ്ഞത് പ്രകാരം അവർ ഇറങ്ങിയതാണ്. പക്ഷേ മറ്റുള്ളവരൊന്നും തന്നെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഈ കാര്യം ചോദിച്ചു, ഈ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ കാര്യം ചോദിക്കുകയാണ് ഉണ്ടായത്. എന്താണ് ഈ സൈറൺ മുഴങ്ങിയിരുന്നോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സൈറൺ മുഴങ്ങി എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ എന്തുകൊണ്ട് ആളുകളെ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ മോക്ക് ഡ്രില്ലിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സെക്രട്ടറിയോട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് ചോദിക്കാം. കാരണം അവരാണ് ഈ കാര്യം അവർ കേട്ടിരുന്നു, അങ്ങനെ ഒരു വിശദീകരണം ഒഫീഷ്യലി അവർ തന്നെയാണ് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയാണ് ഈ പറഞ്ഞിരുന്നത്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്തത്. നമ്മൾ പരിശോധിക്കേണ്ട. അല്ല മേഡം, ശബ്ദം കേൾക്കാത്തതിനെ പറ്റി എനിക്കറിയില്ല. അത് നിങ്ങൾ ജില്ലാ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൈറൺ മുഴങ്ങിയെന്ന് പറയുന്നു. അതിന് ശബ്ദം പോരായിരുന്നു എന്നൊക്കെ ഇവിടുന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. മുഴങ്ങിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആ സമയത്ത് നമ്മൾ അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നു. മോക്ക് ഡ്രില്ല് സാധാരണ രീതിയിൽ ഈ മുഴങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സ്വീകരിക്കണമെന്നാണ് നമുക്ക് കിട്ടിയിട്ടില്ല. മോക്ക് ഡ്രില്ല് നടത്തുന്ന അതിനാണല്ലോ, തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയാണല്ലോ മോക്ക് ഡ്രില്ല് നടത്തുന്നത്. പക്ഷെ ആ സമയത്തും 4ാം നിലയിലൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെ ഇറക്കുക അത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത് ഈ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ട്. അതറിയില്ല, നമുക്ക് ജില്ലാ ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൈറൺ വന്നല്ലോ, സൈറൺ വന്നു. ഇപ്പോൾ നമുക്ക് ഈ സൈറൺ ശബ്ദം കേൾക്കാം. കോഴിക്കോട്ട് എന്തായാലും അവസാനത്തെ സൈറൺ മുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ സൈറൺ ആരും കേട്ടിട്ടില്ല എന്ന് കരുതുന്നു. അത് ഈ അവസാനത്തെ സൈറണെങ്കിലും ആളുകൾ കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അതിന്റെ ശബ്ദത്തിലേക്ക് പോകും. ഇല്ല, അത് ഇപ്പോൾ കേൾക്കുന്നില്ല. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ തുടക്കത്തിൽ 4 മണിക്ക് കൃത്യമായി മുഴങ്ങേണ്ട അപായ സൈറൺ ആരും കേട്ടില്ല. ഈ അവസാനത്തെ സൈറൺ ശരി, അങ്ങനെ 90 സെക്കൻഡ് നീളുന്ന അവസാനത്തെ സൈറണും മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.